തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി.വി.കെ യാതൊരു തരത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. 2026 വിജയ് ജയിച്ചു കഴിഞ്ഞാൽ 49 വർഷത്തിനിടെ ഒരു സിനിമാ താരത്തിനും ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹം ചെയ്യും എന്നായിരുന്നു പ്രധാനമായും വിജയുടെ പാർട്ടിയും വിജയും അവിടെ പ്രചാരണം നടത്തിയത്. 1977 എം.ജി. രാമചന്ദ്രൻ രാഷ്ട്രീയം പുനർനിർമ്മിച്ചതിന് ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ നടനായി മാറിയ മുഖ്യമന്ത്രിയാകും വിജയ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവസാനമായി സിനിമ നേരിട്ട് ഫോർട്ട് സെന്റ് ജോർജ് കീഴടങ്ങിയപ്പോൾ 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം.ജി.ആർ വൻ വിജയമാണ് നേടിയത്. 1987 മരിക്കുന്നത് വരെ ഒരു ദശാബ്ദക്കാലം തമിഴ്നാട് ഭരിക്കുകയും ചെയ്തു. ആരാധന ഭക്തിയെ ഒരു സ്ഥാപനമായ രാഷ്ട്രീയ യന്ത്രമാക്കി അദ്ദേഹം മാറ്റി. വോട്ടർമാരുമായുള്ള വൈകാരിക കരാറായി ക്ഷേമം ഉൾപ്പെടുത്തി. വ്യക്തിത്വവും നയവും സംസ്ഥാനത്തെ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഫോർമുലയാക്കി മാറ്റി. ആവർത്തിച്ചുള്ള ശ്രമങ്ങളും വൻതോതിലുള്ള ആരാധക വൃന്ദവും ഉണ്ടായിട്ടും അതിനുശേഷവും ഒരു നടനും ആ അന്തിമ തിരഞ്ഞെടുപ്പ് പരിധി കടന്നിട്ടില്ല. ഒരു പ്രധാന സിനിമാ താരം എന്ന നിലയിൽ തന്റെ പദവി ഉണ്ടായിരുന്നിട്ടും സ്വന്തമായ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പകരം എം.ജി.ആറിന്റെ നിലവിലുള്ള AADMK-യുമായി ചേർന്ന് പോകാനാണ് പല നടന്മാരും ശ്രമിച്ചത് എന്നുള്ളതാണ്. ഒടുവിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ജയലളിത മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുകയും ചെയ്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ വോട്ടെണ്ണൽ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് 2 വർഷം മാത്രം പ്രായമുള്ള വിജയുടെ തമിഴക വെற்றிക്കഴകം 100 മുതൽ 118 സീറ്റുകളുടെ പരിധിയിൽ ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് വിജയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ ഇനി ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. താഴ്ന്ന തലത്തിൽ പോലും വിജയ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഉന്നത തലത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഉയർന്ന തലത്തിൽ 234 അംഗ സഭയിൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായ 118 സീറ്റുകളിലേക്ക് എത്താനായി അദ്ദേഹത്തിന് യാതൊരുവിധ പ്രയാസവുമില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് വളരെ വലിയ ഒരു ഉയർച്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തമിഴ്നാട്ടിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ഏറ്റവും മികച്ചൊരു എൻട്രിയാണ് ടി.വി.കെ കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ഇനി ഇവർ ഭരണത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങളോടുള്ള സമീപനം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം.